സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. യൂണിയനും ഇന്റർസെക്ഷനും. മൂന്നാമതൊന്നുകൂടെ പറഞ്ഞു ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. അതിൽ യൂണിയനെയും ഇന്റർസെക്ഷനെയും ബേസ് ചെയ്തുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ. യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും ചില പ്രോപ്പർട്ടീസ്. അതിലൊന്നാമത് കമ്മ്യൂട്ടേറ്റീവ് ലോസ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. യൂണിയനും ഇന്റർസെക്ഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയും. എന്ന് വെച്ചാൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സെറ്റിന്റെ ഓർഡർ മാറ്റിയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എയിലേക്ക് ബി ചേർത്താലും ബിയിലേക്ക് എ ചേർത്താലും സെയിം ആണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. യൂണിയൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയും പോലെ തന്നെ ഇന്റർസെക്ഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഇങ്ങനെ ഓർഡർ മാറ്റുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. നോക്ക്, ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നുള്ള പേര് നിങ്ങൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഉദാഹരണമായിട്ട് നമ്പേഴ്സിലെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. 2+3 എന്ന് പറഞ്ഞാലും 3+2 എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ? അപ്പൊ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമ്പേഴ്സിലെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. 2 × 3 എന്ന് പറഞ്ഞാലും 6 ആണ്. 3 × 2 എന്ന് പറഞ്ഞാലും 6 ആണ്. അപ്പൊ നമ്പേഴ്സിലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്നാൽ ഡിഫറൻസ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. 2 - 3 എന്ന് പറഞ്ഞാലും 3 - 2 എന്ന് പറഞ്ഞാലും ഈക്വൽ അല്ല. അപ്പോ നമ്പേഴ്സിലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്നാൽ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവ് അല്ല. 2/3 നോട്ട് ഈക്വൽ ടു 3/2. അപ്പൊ ഈ കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ള ആശയം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് സെറ്റ് തിയറിയിൽ പറയാം. യൂണിയനും ഇന്റർസെക്ഷനും കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻസ് ആണ്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ ആണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എടുത്താലും കിട്ടുന്നതും ബിയിലും എയിലും കോമൺ ആയിട്ട് എടുത്താൽ കിട്ടുന്നതും വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, അത് രണ്ടും സെയിം ആണ്. എന്നാൽ എല്ലാ ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമ്മൾ സെറ്റ് തിയറിയിൽ മൂന്നാമതൊരു ഓപ്പറേഷൻ പറഞ്ഞിരുന്നു, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. എ മൈനസ് ബി. കുട്ടികളെ, എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. യൂണിയനും ഇന്റർസെക്ഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്നാൽ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. മനസ്സിലായോ? ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 1, കമ്മ്യൂട്ടേറ്റീവ് ലോസ്. എങ്കിൽ ഇതുപോലെ ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്പറേഷനിലേക്ക് വരാം. ഇനി ഇതിൽ ഞാൻ എക്സാമ്പിൾ തരേണ്ട ആവശ്യമുണ്ടോ? ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ ചേർത്ത് 1 2 3 4. ഇനി ഒരാൾ ബി യൂണിയൻ എ എടുത്താൽ ബിയിലുള്ളത് ആദ്യം എഴുതി എന്നുള്ളതുകൊണ്ട് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. പിന്നെ 1 2 കൂടെ എഴുതും. ഓക്കെ, ഈ എ യൂണിയൻ ബിയിലും അതുപോലെ തന്നെ ബി യൂണിയൻ എയിലുള്ള എലമെന്റുകൾ സെയിം ആയിരിക്കും. അതാണ് യൂണിയൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ എ ഇന്റർസെക്ഷൻ ബി എടുത്തു നോക്ക്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് സെറ്റ് 3. ഇനി ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ മാറ്റം വരുമോ? ഇല്ല, ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളത് 3 തന്നെ. അപ്പോ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ദാറ്റ് ഈസ് പ്രോപ്പർട്ടി നമ്പർ 1, കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇനി രണ്ടാമത്തെ സെക്കൻഡ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്താണ്? അസോസിയേറ്റീവ് ലോ ശ്രദ്ധിച്ചു കേട്ടോ.
എ യൂണിയൻ ബി ആദ്യം എടുക്കുക, അതിലേക്ക് സിയും കൂടെ ചേർക്കുക. എ യൂണിയൻ ബി യൂണിയൻ സി. ഈ ബ്രാക്കറ്റ് ഇട്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലും അതല്ലെങ്കിൽ ബി യൂണിയൻ സിയിലേക്ക് എ യൂണിയൻ എടുത്താലും, എ എഴുതുക, ബി യൂണിയൻ സി കാണുക, അത് രണ്ടും കൂടെ ചേർക്കുക. ഇതെങ്ങനെ ചെയ്താലും സെയിം ആണ്. അതാണ് അസോസിയേറ്റീവ് ലോ. എ യൂണിയൻ ബി യൂണിയൻ സി എടുത്താലും എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി എടുത്താലും സെയിം ആണ്. മൂന്നും കൂടെ ചേർന്നിട്ടുള്ള സെറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇന്റർസെക്ഷനും അസോസിയേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എ ഇന്റർസെക്ഷൻ ബി എടുത്ത് ഇന്റർസെക്ഷൻ സി കണ്ടാലും എ ഇന്റർസെക്ഷൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി എടുത്താലും രണ്ട് ഈക്വൽ ആയിരിക്കും. ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. ആദ്യം എ ഇന്റർസെക്ഷൻ ബി എടുത്ത് പിന്നെ അത് സിയുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്താലും, അല്ലെങ്കിൽ ബി ഇന്റർസെക്ഷൻ സി എടുത്ത് അത് എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്താലും ഫലത്തിൽ എന്താ കിട്ടുക? എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ട് എന്തുണ്ടോ അതായിരിക്കും കിട്ടുക. അതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പേര് നിങ്ങൾക്ക് പരിചയം നേരത്തെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല, ആ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അസോസിയേറ്റീവ് ആണ്. ഉദാഹരണം പറയാം, 2 + 3 + 4 ഇതാണ് ചെയ്യേണ്ടത്. ഇത് ആദ്യം 2 + 3 എടുത്ത് അതിലേക്ക് 4 ആഡ് ചെയ്താൽ 2 + 3 5, 5 + 4 9 ആണ്. ഇനി അതല്ല 2 + 3 + 4 ഇങ്ങനെ ചെയ്താൽ ആദ്യം 3 + 4 ആഡ് ചെയ്യണം 7, അത് 2 ആഡ് ചെയ്യണം 9. എങ്ങനെ ആഡ് ചെയ്താലും സെയിം അല്ലേ? അപ്പൊ നമുക്ക് നേരത്തെ പരിചയമുണ്ട്, അഡീഷൻ അസോസിയേറ്റീവ് ആണ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണ്. എന്ന പോലെ സെറ്റ് തിയറിയിൽ നമുക്ക് പറയാം യൂണിയനും ഇന്റർസെക്ഷനും അസോസിയേറ്റീവ് ആണ്. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഏതാദ്യം എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. എ യൂണിയൻ ബി എടുത്ത് അതിലേക്ക് സി ആഡ് ചെയ്താലും ബി യൂണിയൻ സി എടുത്ത് അതിലേക്ക് എ യൂണിയൻ എടുത്താലും രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ബ്രാക്കറ്റ് ഇടേണ്ട ഒരു ആവശ്യമില്ല, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ഒന്നിച്ച് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന്. നിങ്ങൾക്ക് ഇക്കാര്യം കൂടുതൽ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാനാണ്. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 3 4 5 6, C equal to set 3 4 6 7. നമുക്ക് ഈ സെക്കൻഡ് കേസ് അഥവാ ഇന്റർസെക്ഷൻ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം എ ഇന്റർസെക്ഷൻ ബി എടുക്കുക. എന്താണ് ഈ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പറഞ്ഞു 3ഉം 4ഉം. ഇനി സി എഴുതി. ഇവിടെ ആരാണ് സി? 3 4 6 7 എന്നാ പറ. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി, ഇതാണ് സി. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്താ വരുന്നത്? ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ആരുണ്ട്? 3 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ അതാണ് എ ഇന്റർസെക്ഷൻ ബി ഓഫ് ഇന്റർസെക്ഷൻ സി. ഇനി നേരെ തിരിച്ച് എ എഴുതി. ആരാണ് എ? 1 2 3 4. എന്നിട്ട് ബി ഇന്റർസെക്ഷൻ സി കാണാം. ബി ഇന്റർസെക്ഷൻ സി. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 3 4 6. അപ്പൊ എ എഴുതി, ബി ഇന്റർസെക്ഷൻ സി എഴുതി. ഇനി അത് രണ്ടും തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കുക. എ ഇന്റർസെക്ഷൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാ പറഞ്ഞു? 3ഉം 4ഉം രണ്ടിലും കോമൺ ആണ്. സെറ്റ് 3 4. അപ്പൊ നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എടുത്താലും എ ഇന്റർസെക്ഷൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി എടുത്താലും കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്. They are equal. That means intersection is associative. Okay, that is property number 2. ഇനി മൂന്നാമത്തേലേക്ക്, property number 3, distributive law. Distributive law. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ?
നോക്കി, എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി, എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇതിന് നമ്മൾ പറയുക യൂണിയൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഇന്റർസെക്ഷൻ എന്ന്. നമുക്ക് ഈ എ യൂണിയൻ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ടേമിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. കുട്ടികളെ ഡിസ്ട്രിബ്യൂട്ടീവിൽ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള രണ്ട് ഓപ്പറേഷനും ഡിഫറെന്റ് ആയിരിക്കും. ബ്രാക്കറ്റിന് പുറത്തുള്ളത് യൂണിയനാണ്, ബ്രാക്കറ്റിനകത്തുള്ളത് ഇന്റർസെക്ഷനാണ്. എങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള യൂണിയൻ എന്നുള്ള ഓപ്പറേഷൻ ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് എലമെന്റുകൾക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പുറത്തൊരു ഓപ്പറേഷനും അകത്ത് മറ്റൊരു ഓപ്പറേഷൻ ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടീവിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിന് പുറത്തുള്ള ഓപ്പറേഷൻ ബ്രാക്കറ്റിന് അകത്ത് വന്നിട്ടുണ്ടാവും, ബ്രാക്കറ്റിന് അകത്തുള്ള ഓപ്പറേഷൻ ബ്രാക്കറ്റിന് പുറത്തു പോയിട്ടുണ്ടാവും. ഇതിന് പറയാൻ യൂണിയൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഇന്റർസെക്ഷൻ ആണ്. ഇതുപോലെ മറ്റൊന്ന് പറയാം, ഇന്റർസെക്ഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ യൂണിയൻ. നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. എ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ബിക്കും സിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാ പറയാ? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടീവിൽ അപ്ലൈ ചെയ്തപ്പോൾ ബ്രാക്കറ്റിന് പുറത്തുള്ള ഇന്റർസെക്ഷൻ എന്ന ഓപ്പറേഷൻ ആണ് ഇപ്പൊ ബ്രാക്കറ്റിന് അകത്ത്, ബ്രാക്കറ്റിന് അകത്തുള്ള യൂണിയൻ ആണ് ഇപ്പൊ ബ്രാക്കറ്റിന് പുറത്ത്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവിലോ ഒരു 2-3 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്, തെറ്റിപ്പോകരുത്. അസോസിയേറ്റീവ് ലോയിൽ ഒരു ഓപ്പറേഷൻ പറയുമ്പോൾ രണ്ടിടത്തും സെയിം ഓപ്പറേഷൻ ആയിരുന്നു. ഇങ്ങനെ എ യൂണിയൻ ബി യൂണിയൻ സി, രണ്ടിടത്തും യൂണിയൻ ആണ്, ബ്രാക്കറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി. ഇതായിരുന്നു അസോസിയേറ്റീവ് ലോ. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വരുമ്പോൾ ബ്രാക്കറ്റിന് പുറത്തൊരു ഓപ്പറേഷനും ബ്രാക്കറ്റിനകത്ത് മറ്റൊരു ഓപ്പറേഷൻ ആയിരുന്നു. അല്ല, ഇങ്ങനെ റൂൾ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടാവും. എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ വല്ല റിസൾട്ട് പഠിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്പേഴ്സിൽ ഉണ്ട്. നോക്ക്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. എക്സ് ഇൻറ്റു വൈ പ്ലസ് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല, ബ്രാക്കറ്റ് ഇട്ടാൽ അത് ഇൻറ്റു ആയിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു സെറ്റ്. ഇങ്ങനെ എഴുതിക്കൂടാ നമുക്ക്? ആ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. എക്സ് ഇൻറ്റു വൈ പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു സെറ്റ്. എന്നാൽ എല്ലാ ഓപ്പറേഷനും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് അല്ല കേട്ടോ. നോക്കി, അഡീഷൻ ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മൾട്ടിപ്ലിക്കേഷൻ. എക്സ് പ്ലസ് വൈ ഇൻറ്റു സെറ്റ് എന്ന് പറയുന്നതിന് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് സെറ്റ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാ ഓപ്പറേഷനും എന്താവില്ല? ഡിസ്ട്രിബ്യൂട്ടീവ് ആവില്ല. സെറ്റ് തിയറിയില് യൂണിയനും ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, ഇന്റർസെക്ഷനും ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. യൂണിയൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഇന്റർസെക്ഷൻ, ഇന്റർസെക്ഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ യൂണിയൻ. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചൊന്ന് വെരിഫൈ ചെയ്യാം. രണ്ടും കൂടെ ചെയ്യണ്ട, ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ശരി, എക്സാമ്പിൾ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 2 3 4 5, C equal to set 3 4 5 6. Verify that. Verify that now. A union of B intersection C is equal to A union B intersection A union C. ഇതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. യൂണിയൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഇന്റർസെക്ഷൻ എന്ന് തെളിയിക്കാൻ പോവാ. ഈ എക്സാമ്പിൾ വെച്ച് വെരിഫൈ ചെയ്യാം. നോക്ക്, ആദ്യം നമുക്ക് LHS നോക്കാം. ചിലപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് എന്താ ചെയ്യാൻ കഴിയണം, എങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത് നന്നായിട്ട് മനസ്സിലാക്കിയോ.
എ എന്നുള്ള സെറ്റ് എഴുതി 1 2 3 4. ബി ഇന്റർസെക്ഷൻ സി എഴുതി, ബിയിലും സിയിലും കോമൺ ആയത് 3 4 5. അപ്പൊ എ എഴുതി, ബി ഇന്റർസെക്ഷൻ സി എഴുതി. ഇനി അത് രണ്ടും തമ്മിൽ യൂണിയൻ എടുക്കണം. എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതാം. 1 2 3 4 5. ഇക്വേഷൻ നമ്പർ 1 അവിടെ നിൽക്കട്ടെ. ഇപ്പൊ LHS എടുത്തു. ഇനി RHS എടുക്കുമ്പോൾ അത് ഇത് തന്നെയാണോ കിട്ടുന്നത് നോക്കുക. നമുക്ക് എങ്ങനെ RHS എടുക്കുക? എ യൂണിയൻ ബി എടുക്കണം, എ യൂണിയൻ സി എടുക്കണം, അതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുക്കണം. വാട്ട് ഈസ് എ യൂണിയൻ ബി? എയും ബിയും കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. 1 2 3 4 5. ദാറ്റ് ഈസ് എ യൂണിയൻ ബി. എ യൂണിയൻ സി, എയും സിയും കൂടെ ചേർത്ത് ഒരു സെറ്റ് ആക്കുക. 1 2 3 4 5 6. എ യൂണിയൻ ബി എഴുതി, എ യൂണിയൻ സി എഴുതി, അതിന്റെ എന്തെടുക്കണം? ഇന്റർസെക്ഷൻ എടുക്കണം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇത് രണ്ടും കൂടി കോമൺ ആയിട്ടുള്ള ഒന്ന് പറഞ്ഞ് 1 2 3 4 5 രണ്ടിലോട്ട് 1 2 3 4 5. അതല്ലേ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ? നമ്പർ 2 1ഉം 2ഉം സെയിം അല്ലേ നോക്ക്. ഈ പറയുന്ന എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സിയിൽ വരുന്നത് 1 2 3 4 5 ആണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സിയിലും സെയിം എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് പറയാം എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു, പറഞ്ഞ റൈറ്റ് സൈഡ്, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇതാണ് നമ്മളിവിടെ തെളിയിക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. യൂണിയൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഇന്റർസെക്ഷൻ. അപ്പൊ നമ്മൾ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതൊന്നുകൂടെ ഒന്ന് ഓർഡറിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഒന്ന്, കമ്മ്യൂട്ടേറ്റീവ് ലോ. ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ നമ്മൾ പഠിച്ചത്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. സെക്കൻഡ് വൺ, എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. സെക്കൻഡ് കേസ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് ലോ. എന്താണ് അസോസിയേറ്റീവ് ലോ എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചത്? ഒന്നാമത്തത്, എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ഓഫ് ബി യൂണിയൻ സി. സിമിലർലി, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. യൂണിയനും ഇന്റർസെക്ഷനും അസോസിയേറ്റീവ് ആണ്. മൂന്നാമത്തത്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അതിലൊന്നാമത്തത്, എ യൂണിയൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു, പറഞ്ഞ റൈറ്റ് സൈഡ്, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. Union is distributive over intersection. Second case, intersection is distributive over union. അപ്പൊ റൈറ്റ് സൈഡിൽ എന്താ എടുത്ത പറഞ്ഞു നോക്കി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ 3 പ്രോപ്പർട്ടീസ്. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഇനി 2 കൂടെ കേട്ടോളൂ. ഫോർത്ത് കേസ്, ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ എന്താണ്? ഐഡംപൊട്ടന്റ് ലോ, എ യൂണിയൻ എ
ഈസ് ഈക്വൽ ടു എ. എയും എയും യൂണിയൻ എടുത്താൽ എ തന്നെയാ കിട്ടുക. നമ്മൾ സാധാരണ അഡീഷൻ ഒക്കെ പറയുമ്പോൾ എ പ്ലസ് എ ഈക്വൽ ടു 2a എന്ന് പറയും. എന്ത് വിചാരിച്ച് എ യൂണിയൻ എ ഈക്വൽ ടു 2a എന്നൊന്നും പറഞ്ഞേക്കല്ലേ. നോക്കി ഒരു എക്സാമ്പിളിലൂടെ പറയാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3. വീണ്ടും എ തന്നെയാണ് എഴുതേണ്ടത്. 1 2 3. ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ എന്ന് എടുത്തിട്ട് പറഞ്ഞ നിങ്ങൾ എ യൂണിയൻ എ, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു സെറ്റ് ആക്കണം. 1 2 3. നമുക്ക് ഒരു സെറ്റിന് ഒരു എലമെന്റ് ഒരു തവണ എഴുതുള്ളൂ. വീണ്ടും 1 2 3 എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എ യൂണിയൻ എ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? എ തന്നെയാണ്. അതാണ് ഐഡന്റിറ്റി. സെക്കൻഡ്, എ ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. എയിലും എയിലും കോമൺ ആയിട്ടുള്ള എടുത്താൽ എ തന്നെ കിട്ടുക. നമുക്ക് എ ഇന്റർസെക്ഷൻ എ. ഈ കാണുന്ന എയില് 2 പ്രാവശ്യം എ എഴുതിയിട്ടുണ്ട്. കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ ആണ്. എ ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ ആണ്. എയും എയും ചേർത്ത് എഴുതിയാൽ എയിലുള്ളത് തന്നെയാണ് കിട്ടുക. എയിലും എയിലും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എയിലുള്ളത് തന്നെയാണ്. ഓക്കെ, പ്രോപ്പർട്ടി നമ്പർ 4. ഇനി ഒന്നും കൂടെ. അഞ്ചാമത്തത്, ലോസ് ഓഫ് നൾ സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. നൾ സെറ്റിന്റെയും യൂണിവേഴ്സൽ സെറ്റിന്റെയും ചില പ്രത്യേകതകൾ നോക്കാം. അതിലൊന്നാമത് എ യൂണിയൻ നൾ സെറ്റ്. എയും നൾ സെറ്റും കൂടെ യൂണിയൻ എടുത്താൽ എന്ത് കിട്ടും? എ തന്നെ കിട്ടും. എയും നൾ സെറ്റും കൂടെ ചേർത്ത് എഴുതിയാൽ എയിലുള്ളത് തന്നെയാ കിട്ടുക. നൾ സെറ്റിൽ ചേർക്കാൻ എന്താ ഉള്ളത്? ഇനി സംശയം ഉണ്ടാവും. എ ഈക്വൽ ടു സെറ്റ് 1 2 3. നൾ സെറ്റ് ഈക്വൽ ടു, അതിൽ ആരും ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടെ ചേർത്തൊരു സെറ്റ് ആക്കിക്കേ. എ യൂണിയൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു 1 2 3. എയിലുള്ളത് എഴുതി. നൾ സെറ്റിലുള്ള എഴുതാൻ വലുത് അവിടെ ഉണ്ടോ? എന്നല്ല, എഴുതണ്ട. ഇത് ആര് തന്നെയാണ്? എ തന്നെയാണ്. എ യൂണിയൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു എ. എങ്കിൽ പറ, എന്താണ് എ ഇന്റർസെക്ഷൻ നൾ സെറ്റ്? എയിലും നൾ സെറ്റിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഈ 2 സെറ്റിലും കോമൺ ആയിട്ട് എടുക്കാൻ നൾ സെറ്റിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് എടുക്കാൻ ആരുമില്ല. നൾ സെറ്റ്. അപ്പൊ എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. അതാണ് നൾ സെറ്റിന്റെ 2 ലോ. എ യൂണിയൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു എ. എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. എങ്കിൽ കുട്ടികളെ യൂണിവേഴ്സൽ സെറ്റിന്റെ പ്രത്യേകത നോക്കാം. എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. അതിന്റെ സെക്കൻഡ് കേസ്, എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു എയും യൂണിവേഴ്സൽ സെറ്റും കൂടെ ചേർത്ത് എഴുതിയാൽ യൂണിവേഴ്സൽ സെറ്റാണ് കിട്ടുക. ആരാണ് യൂണിവേഴ്സൽ സെറ്റ്? നമ്മൾ ഇവിടെ പറയുന്ന എല്ലാ സെറ്റുകളുടെയും സൂപ്പർ സെറ്റ് ആയിരിക്കണം. ഉദാഹരണമായിട്ട് പറയുക, ഞാൻ 1 മുതൽ 10 വരെയുള്ള നമ്പറുകളെ ഞാൻ എഴുതുന്നുള്ളൂ. അപ്പൊ എന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഞാൻ സെറ്റ് 1 2 3 4 5 1 10 വരെ, ഇതാണ് എന്റെ യൂണിവേഴ്സൽ സെറ്റ്. എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ പറ, വാട്ട് ഈസ് എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ്? ഈ 2 സെറ്റും കൂടെ ചേർത്ത് എഴുതിയാൽ എന്ത് കിട്ടും? എയും യൂണിവേഴ്സൽ സെറ്റും കൂടെ ചേർത്ത് എഴുതിയാൽ എയിൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളതൊക്കെ എഴുതി. ഇനി എയിലുള്ളത് ഇവിടെ എഴുതേണ്ട ആവശ്യം ഉണ്ടാവും ഇല്ല. കഴിഞ്ഞു. ഇത് ആര് തന്നെയാണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പോ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. നൗ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്? ഈ കാണുന്ന യൂണിവേഴ്സൽ സെറ്റിലും ഈ കാണുന്ന എ എന്നുള്ള സെറ്റിലും കോമൺ ആയിട്ടുള്ളത് എടുത്തെഴുതാം. 2ലും 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്.
ഇനി 4 ഉം 5 ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എയിലുണ്ടാവും. അപ്പൊ കോമൺ ആയിട്ട് 1 2 3 ഉള്ളൂ. അതാരാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ്. അപ്പൊ പഠിച്ചു വെച്ചോ, എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് ലോസ് ഓഫ് നൾ സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. മനസ്സിലായ കാര്യം? യൂണിയനും ഇന്റർസെക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നോട്ട് if A subset of B, then A union B is equal to, നോക്ക്, എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ട്. അപ്പൊ എയും ബിയും കൂടെ ചേർത്താൽ എന്താ കിട്ടുക? ബി തന്നെയായിരിക്കും. എയിലുള്ളതൊക്കെ ഓൾറെഡി എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പൊ ഇത് എ ബിയിലേക്ക് ചേർത്താൽ ബിയിൽ ഒന്നും കൂടൂല, ബിയിലുള്ള എലമെന്റുകൾ തന്നെ ഉണ്ടാവും. സംശയം ഉണ്ടാവും. നോക്കാം. A equal to set 2 3, B equal to set 1 2 3 4. നോക്ക്, A subset of B അല്ലേ? എയിലുള്ളതൊക്കെ ബിയിലുണ്ട്. എന്നാൽ എ യൂണിയൻ ബി എന്താണെന്ന് പറഞ്ഞേ? എയും ബിയും കൂടെ ചേർത്ത് ഒരു സെറ്റ് ആക്കി 1 2 3 4 തന്നെയല്ലേ രണ്ടും കൂടെ ചേർത്താ വരിക. അഥവാ അത് ആര് തന്നെയാണ്? സെറ്റ് ബി തന്നെയാണ്. എങ്കിൽ അവിടെ മറ്റൊരു ചോദ്യം, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? എയിലുള്ളതൊക്കെ ബിയിലുണ്ട് എങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ആരാണ്ടാവുക? എയിലുള്ളതാണ്ടാവുക. സംശയിക്കുക, എ സബ്സെറ്റ് ഓഫ് ബി ആണല്ലോ ഇവിടെ. എങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താ വരുന്നതെന്ന് നോക്കി. എന്താ ഇന്റർസെക്ഷൻ ബി വരുന്നത്? എയിലും ബിയിലും കോമൺ ആയിട്ട് 2 ഉണ്ട് 3 ഉണ്ട്. അത് ആര് തന്നെയാണ്? സെറ്റ് എ തന്നെയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി, എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. ഈ ആശയം നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാനാകും. എങ്ങനെയാണ് സബ്സെറ്റ് ആകുമ്പോൾ വെൻ ഡയഗ്രം വരക്കുന്നത്? ശ്രദ്ധിച്ചോ. യൂണിവേഴ്സൽ സെറ്റ് യു, ഇതിനകത്താണ് നമ്മൾ എയും ബിയും വരക്കേണ്ടത്. എങ്ങനെയാ വരക്കേണ്ടത്? എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കണം. അപ്പോ ഇതാണ് എ എന്നുള്ള സെറ്റ്. അപ്പൊ ബിയോ അത് ഉൾക്കൊള്ളുന്ന മറ്റൊരു സെറ്റ് ആയിരിക്കണം. ഇപ്പോ എയിലുള്ളതൊക്കെ ബിയിലുണ്ട്. എ സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോ ഇങ്ങനെയാണ് വെൻ ഡയഗ്രം വരക്കേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്കിത് നോക്കാം. എയിൽ ആരാളുള്ളത്? 2 ഉം 3 ഉം. ബിയിൽ ആരൊക്കെയുണ്ട്? 1 2 3 4. ഇപ്പൊ നോക്കി, ഇതാണ് ഇതിന്റെ വെൻ ഡയഗ്രം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കണ്ടേ? ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 1 2 3 4 എന്ന് പറയുന്ന ബി എന്നുള്ള സെറ്റ് തന്നെയാണ്. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം നമുക്ക്. എക്കും ബിക്കും കോമൺ ആയ ഭാഗം ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. എന്ന് വെച്ചാൽ എ ഇന്റർസെക്ഷൻ ബി ആര് തന്നെയാണ്? എ തന്നെയാണ്. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് മനസ്സിലാക്കിക്കോ. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, then A union B is equal to B and A intersection B is equal to A. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ ഒരു ഓപ്പറേഷനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഓക്കെ, താങ്ക് യു.